പത്തനാപുരത്തു നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഷൈജുവിന്റെ തിരോധാനത്തിനു പിന്നിൽ മനുഷ്യക്കടത്ത് സംഘമെന്ന് സംശയം. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകാൻ തീരുമാനിച്ചു. പത്തനാപുരം പഞ്ചായത്ത് നഗർ ഷൈനി ഭവനിൽ ഷൈജുവിനെ കഴിഞ്ഞ വർഷം നവംബർ 1 മുതലാണ് കാണാതായത്. ഇത് സംബന്ധിച്ച പത്തനാപുരം പോലീസിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അദ്ദേഹത്തെ കാണാതായിട്ട് ഒരന്വേഷണവും നടത്താൻ പോലീസ് ആകാത്തതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ 8-9 മാസമായി ഒരു സൂചന പോലും ലഭിക്കുവാൻ കഴിയുന്നില്ല. കാരണം പത്തനാപുരം പഞ്ചായത്ത് നഗർ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ അംഗങ്ങളും ഈ കാര്യത്തിൽ വളരെയേറെ അസ്വസ്ഥരാണ്. എല്ലാവരും വളരെയേറെ ആശങ്കയിലാണ്. കാരണം ഒരന്വേഷണവും പോലീസ് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഞങ്ങളെയൊക്കെ വളരെയേറെ ചിന്തിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് അടിയന്തരമായിട്ട് ഞങ്ങളിവിടെ പത്തനാപുരം പഞ്ചായത്ത് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെ കൂടുകയുണ്ടായി. ആ കമ്മിറ്റി ശക്തമായ ചില നടപടികൾ എടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഒന്ന്, നമ്മൾ മുഖ്യമന്ത്രിക്കും SP-ക്കും അങ്ങനെ MP-ക്കും MLA-ക്കും ഉൾപ്പെടെയുള്ളവർക്ക്, എല്ലാ ഭരണാധികാരികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും നമ്മൾ നിവേദനം കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഈ ഷൈജു എവിടെയാണെന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇവർക്കെല്ലാം ബാധ്യതയുണ്ട്, നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് ഉടനടി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു നിവേദനം കൊടുക്കും. ഷൈജു ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഇവർ ഇവിടെ താമസിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഷൈജുവിനെ കാണാതാകുന്നതും. അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു വർഷമായിട്ട്, ഏകദേശം 1.5 വർഷമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നാണ് പുള്ളി അവിടുന്ന് കാണാതായ. അവർ താമസിച്ചുകൊണ്ടിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ടവരെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നിരിക്കെ പോലീസ് ഇതിനും തയ്യാറായിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ മറ്റു വഴിക്കെങ്ങും അന്വേഷണം എങ്ങുമെത്തിയിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിൽ വിടണമെന്നാവശ്യപ്പെട്ട റെസിഡൻസ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഷൈജുവിനെ കാണാതായിട്ട് ഏകദേശം 8-9 മാസമായി. അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഊർജിതമായ ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് ഊർജിതമായ അന്വേഷണം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി മുഖ്യമന്ത്രിക്കും DGP-ക്കും SP-ക്കും MLA-ക്കും MP-ക്കും ഒക്കെ നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഷൈജുവിനെ കണ്ടെത്തി തരേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിന് കൂടിയുണ്ട്. പോലീസിൽ പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടും അതിന് ഒരു ഊർജിതമായ അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അസോസിയേഷൻ ഭാരവാഹികളായ അനിരുദ്ധൻ, മിനി എബ്രഹാം, ജോജി മാത്യു ജോർജ്, S ഇബ്രാഹിം, ഷാമൂൽ ജോസഫ്, ബാബു വർഗീസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.